ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ക്ലാസ്. അപ്പോൾ എല്ലാവരും കെമിസ്ട്രി ക്ലാസ്സിന് റെഡി ആയിട്ടിരിക്കാവും അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രാസമാറ്റം എന്ന അധ്യായം പൂർത്തിയാക്കി അതിലെ കുറേ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു അല്ലേ? ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പുതിയൊരു അധ്യായം തുടങ്ങുകയാണ്. എന്താണ് നമ്മുടെ പുതിയ അധ്യായത്തിൻ്റെ പേര്? ലോഹങ്ങൾ. എല്ലാവർക്കും പരിചയമുള്ളതാണ് അല്ലേ? നിങ്ങൾ ഒരുപാട് ലോഹങ്ങൾ, പലതരത്തിലുള്ള ലോഹങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മൾ നിത്യജീവിതത്തിൽ ലോഹങ്ങൾ ഉപയോഗിച്ചുള്ള ഒരുപാട് ഉപകരണങ്ങൾ നമ്മൾ ദിവസേന ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ ലോഹങ്ങളെക്കുറിച്ചും ലോഹങ്ങളുടെ പൊതുവായ സവിശേഷതകളെക്കുറിച്ചും ഒക്കെയാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ഈ ഒരു പ്രപഞ്ചത്തിൽ ഉള്ള എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് വിവിധ തരം മൂലകങ്ങൾ കൊണ്ടാണ് അല്ലേ? നമുക്ക് ഒരുപാട് മൂലകങ്ങളെ അറിയാം. ഈ മൂലകങ്ങളിൽ ലോഹമൂലകങ്ങളും ഉണ്ട്, അലോഹ മൂലകങ്ങളും ഉണ്ട്. അതുപോലെ ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്ന ഉപലോഹങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ ലോഹങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ലോഹങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? ഇരുമ്പ്, സ്വർണം, അലുമിനിയം, വെള്ളി, ചെമ്പ് പരിചയമില്ലേ? ചെമ്പിനാണ് നമ്മൾ കോപ്പർ എന്ന് പറയുന്നത്. ചെമ്പിൻ്റെ ഇംഗ്ലീഷിലുള്ള പേരാണ് കോപ്പർ. അതാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് സാധാരണയായിട്ട് കേട്ടോ. പിന്നെ ടങ്സ്റ്റൺ പരിചയമില്ലേ? നമ്മൾ പണ്ടത്തെ ഫിലമെൻ്റ് ഉള്ള ബൾബ് കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ ഒരു ബൾബിൻ്റെ ആ ഫിലമെൻ്റ് എന്താണ്? ടങ്സ്റ്റൺ എന്ന ലോഹമാണ്. ടൈറ്റാനിയം, ക്രോമിയം, ഇതൊക്കെ നമ്മൾ ഏകദേശം നമുക്ക് പരിചയമുള്ള ലോഹങ്ങളാണ് അല്ലേ? ഇനി ഒരു വസ്തു നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ലോഹനിർമ്മിതമാണോ എന്നെങ്ങനെയാണ് നമ്മൾ പരിശോധിക്കുക? എന്ത് ചെയ്താൽ മതി? ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യുക? കാഠിന്യം നോക്കി നോക്കും അല്ലേ? ലോഹങ്ങൾക്ക് പൊതുവേ നല്ലൊരു ഉറപ്പുണ്ടാവും, കാഠിന്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കാഠിന്യം നോക്കും. രണ്ടാമത് നോക്കുക, ചൂടാക്കി നോക്കുമ്പം ലോഹങ്ങൾ പൊതുവെ എന്ത് ചെയ്യും? താപോർജ്ജത്തെ ആഗിരണം ചെയ്യും. അത് നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അത് നന്നായിട്ട് ചുട്ടുപഴുക്കും അല്ലേ? അപ്പം നമ്മളൊന്ന് ചൂടാക്കി നോക്കും. അപ്പോൾ ചൂടാക്കി നോക്കുമ്പോൾ ആ ഒരു താപോർജ്ജത്തെ ആഗിരണം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇത് ഒരു ലോഹമായിരിക്കാമെന്ന് പറയാം. അതുപോലെ ലോഹങ്ങളെ പൊതുവെ നമ്മളിങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ ആ മുറിച്ച ഭാഗത്ത് നല്ല തിളക്കം കാണാം അല്ലേ? അപ്പോൾ ഇത്തരത്തിലൊക്കെ നമുക്കൊരു വസ്തു ലോഹമാണോ എന്ന് പരിശോധിക്കാം. ഇനി നമുക്ക് ഈ ഒരു അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ലോഹങ്ങളുടെ പൊതുവായ സവിശേഷതകൾ. നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന ഒരുപാട് ഉപകരണങ്ങൾ ലോഹം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഒരുപാട് ലോഹങ്ങൾ, വിവിധ തരം ലോഹങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാവുന്ന ചില ലോഹങ്ങളും അവയുടെ സവിശേഷതയും അവ എന്തെല്ലാം വസ്തുക്കളാണ് ഈ ലോഹങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്നത് എന്നൊന്ന് നോക്കാം. ഒന്നാമത് സ്വർണം. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് സ്വർണം അല്ലേ? സ്വർണത്തിൻ്റെ സവിശേഷത എന്തൊക്കെയാണ്? സ്വർണത്തിന് നല്ല തിളക്കമുണ്ട് അല്ലേ? അത് എളുപ്പത്തിൽ അങ്ങനെ നശിച്ചു പോകില്ല. കാരണം നമ്മൾ ഒരുപാട് കാലം ഇടാറുണ്ടല്ലേ സ്വർണത്തിൻ്റെ ആഭരണങ്ങളൊക്കെ, എളുപ്പത്തിൽ നശിച്ചു പോകില്ല. സ്വർണം കൊണ്ടുണ്ടാക്കുന്ന വസ്തുക്കൾ എന്താണ്? പ്രധാനമായിട്ടും ആഭരണങ്ങൾ ഉണ്ടാക്കും. പിന്നെ ഈ ഗോൾഡ് പ്ലേറ്റിങ് ചെയ്യും. സ്വർണം പൂശുക കേട്ടിട്ടില്ലേ? അതൊക്കെയാണ് സ്വർണം അത്തരം വസ്തുക്കൾ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത് കോപ്പർ പറഞ്ഞാൽ നമ്മളെ ചെമ്പാണ് കേട്ടോ. ഇപ്പോൾ കോപ്പറിന് തിളക്കമുണ്ട്, അതുപോലെ അതിന് താപചാലകതയുണ്ട്, താപോർജ്ജത്തെ കടത്തിവിടാനുള്ള കഴിവുമുണ്ട്. അപ്പോൾ ഇത് അധികം ഉപയോഗിക്കുക പാത്രങ്ങൾ, ചെമ്പ് പാത്രങ്ങൾ കണ്ടിട്ടില്ലേ? കിണ്ടി, വിളക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പണ്ട് കാലത്ത് നമ്മൾ ഒരുപാട് ചെമ്പ് പാത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ പിന്നെ നമ്മൾ നോൺ സ്റ്റിക്കും സ്റ്റീലും അങ്ങനത്തെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. പണ്ടൊക്കെ ചെമ്പിൻ്റെ പാത്രങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാത്രങ്ങൾ, പിന്നെ കമ്പികൾ, നമ്മുടെ ഈ ഒരു വയറിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള കമ്പികൾ, നേർത്ത കമ്പികൾ കണ്ടില്ലേ? ചെമ്പ് കമ്പികൾ, അങ്ങനെയുള്ള കമ്പികളൊക്കെ ഉണ്ടാക്കുന്നു. പിന്നെ അടുത്ത ലോഹമാണ് ഇരുമ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന് നല്ല കാഠിന്യമുണ്ട് എന്നുള്ളതാണ് അല്ലേ? നല്ല കാഠിന്യം, ഉറപ്പുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് അധികം ഉപയോഗിക്കുന്ന നിർമ്മാണ സാമഗ്രികൾ ഉണ്ടാക്കാൻ, അതുപോലെ പണിയായുധങ്ങൾ ഉണ്ടാക്കാൻ, യന്ത്രങ്ങളുടെയൊക്കെ ഭാഗങ്ങൾ ഉണ്ടാക്കാൻ, വാള്, കത്തി, വെട്ടുകത്തി, അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ഇരുമ്പാണ് ഉപയോഗിക്കുന്നത്. ഇനി നാലാമത്തത് അലുമിനിയം ഏറ്റവും കൂടുതൽ നമുക്ക് പറയുമ്പോൾ തന്നെ ഓർമ്മ വരിക നമ്മുടെ അടുക്കളയിലുള്ള അലുമിനിയം പാത്രങ്ങളാണ് അല്ലേ? അപ്പോൾ അതിന് അടുക്കളയിൽ പാത്രങ്ങൾ ഉപയോഗിക്കാൻ കാരണം എന്താണ്? അതിന് നല്ല താപചാലകത ഉണ്ടായിരിക്കണം, എന്നാലല്ലേ നമുക്ക് ഭക്ഷണം പാകം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ താപചാലകതയാണ് അതിൻ്റെ ഒരു സവിശേഷത. അത് അധികം ഉപയോഗിക്കുക. പാക്കിംഗ് ഫോയിലുകൾ, നമുക്ക് പുറത്തുനിന്നൊക്കെ നമ്മൾ ഫുഡ് വാങ്ങുന്ന സമയത്ത് അലുമിനിയം ഫോയിൽ പൊതിഞ്ഞു തരും അല്ലേ? അപ്പോൾ പാക്കിംഗ് ഫോയിലുകൾ, റിഫ്ലക്ടറുകൾ, പാത്രങ്ങൾ, ഇവയൊക്കെ നിർമ്മിക്കാനാണ് അലുമിനിയം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഏകദേശം പരിചയമുള്ള ചില ലോഹങ്ങളും അവയുടെ നമുക്കറിയാവുന്ന സവിശേഷതകളൊക്കെയാണ്.
അപ്പോൾ ഇതൊന്നുമല്ല, ഇതിനേക്കാൾ കൂടുതൽ പല സവിശേഷതകളും ലോഹങ്ങൾക്കുണ്ട്. അപ്പോൾ അത്തരം സവിശേഷതകളെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലോഹങ്ങളുടെ ഒന്നാമത്തെ സവിശേഷതയാണ് മാലിയബിലിറ്റി. ആദ്യമായിട്ട് കേൾക്കുകയാണ് അല്ലേ? പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, പേരാദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അപ്പോൾ മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കും. ലോഹങ്ങളെ ഇങ്ങനെ നമ്മളൊരു ഹാമർ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിങ്ങനെ പരത്തിയിട്ട് നല്ല നേർത്ത തകിടുകളാക്കി മാറ്റാൻ സാധിക്കും. ഈ സവിശേഷത മാലിയബിലിറ്റി എന്നറിയപ്പെടുന്നു. ചിത്രത്തിൽ നോക്കൂ, കണ്ടോ, ഇങ്ങനെയുള്ള ഒരു സ്വർണത്തിൻ്റെ തകിടിനെയാണ് അടിച്ചു പരത്തി ഈ രൂപത്തിലൊക്കെ അങ്ങനെ തകിടുകളാക്കി മാറ്റുന്നത്. അപ്പോൾ ഇത് ലോഹങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കും. ഈ സവിശേഷത മാലിയബിലിറ്റി എന്നറിയപ്പെടുന്നു. ഏറ്റവും മാലിയബിലിറ്റി കൂടിയ ലോഹമാണ് സ്വർണം. സ്വർണത്തിനാണ് ഏറ്റവും കൂടുതൽ മാലിയബിലിറ്റി ഉള്ളത്. സ്വർണത്തിനെ അടിച്ച് പരത്തിയിട്ട് വളരെ നേർത്ത തകിടുകളാക്കി മാറ്റാൻ സാധിക്കും. അതുകൊണ്ടാണ് നമുക്ക് ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ സ്വർണ്ണമല്ലേ കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ആഭരണങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, എത്ര നേർത്ത ഇതായിട്ട് മാറ്റുന്നത്, അടിച്ച് പരത്തി വളരെ കനം കുറച്ചിട്ടുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹമാണ് സ്വർണം. ഇനി ഈ മാലിയബിലിറ്റി പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ലോഹങ്ങളുടെ മാലിയബിലിറ്റി പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾക്കറിയാം, മിഠായികൾ, ചോക്ലേറ്റ് അതൊക്കെ പൊതിയാൻ അലുമിനിയത്തിൻ്റെ ഫോയിലാണ്. മിഠായിൻ്റെയൊക്കെ കവർ കണ്ടിട്ടില്ലേ, അതിൻ്റെ ഉള്ളിലൊരു സിൽവർ കളർ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ അലുമിനിയം ഫോയിലാണ്. അപ്പോൾ അത് അത്രയും നൈസായിട്ടുള്ള ഫോയിലാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം അത് അടിച്ച് പരത്തി അത്രയും നേർത്തതാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ മാലിയബിലിറ്റി എന്ന പ്രത്യേകതയാണ് പ്രയോജനപ്പെടുത്തുന്നത്. പിന്നെ നമ്മുടെ ഗുളികയുടെയൊക്കെ കവറ്, അതൊക്കെ അലുമിനിയം ഫോയിൽ പോലത്തെ അതാണ്. അപ്പോൾ ഗുളികയുടെ പൊതികളൊക്കെ ഇത്തരത്തിൽ മാലിയബിലിറ്റി പ്രയോജനപ്പെടുന്ന സന്ദർഭങ്ങളാണ്. പിന്നെ ലോഹത്തകിടുകൾ, ആഭരണങ്ങൾ, അലമാരകൾ നിർമ്മിക്കാൻ അവിടെയൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇരുമ്പിനെയൊക്കെ അടിച്ച് പരത്തി തകിടാക്കല്ലേ ചെയ്യുന്നത്. പിന്നെ മേശ, ജനാല എന്നിവയുടെയൊക്കെ പാളികൾ, ബ്ലേഡ് അവിടെയൊക്കെ അടിച്ച് പരത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കും. ഈ സവിശേഷത മാലിയബിലിറ്റി എന്നറിയപ്പെടുന്നു. മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ആരാണ്? സ്വർണ്ണമാണ് കേട്ടോ. സ്വർണ്ണമാണ് മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം. അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത പഠിച്ചല്ലോ, മാലിയബിലിറ്റിനെ അടിച്ച് പരത്തി നേർത്ത തകിടുകളാക്കാം. ഇനി രണ്ടാമത്തെ പ്രത്യേകതയാണ് ഡക്റ്റിലിറ്റി. എന്താണ് ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ? നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പണ്ടത്തെ ഫിലമെൻ്റ് ബൾബൊക്കെ കണ്ടിട്ടില്ലേ? ആ ഫിലമെൻ്റ് ബൾബിനുള്ളിൽ ഒരു നേർത്ത ഫിലമെൻ്റ് കാണാം. ആ ഫിലമെൻ്റ് ടങ്സ്റ്റൺ എന്ന ലോഹമാണ്. അപ്പോൾ എത്രയോ നേർത്തതാണല്ലേ, എത്ര നേർത്തൊരു കമ്പിയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാം. ഈ സവിശേഷതയാണ് ഡക്റ്റിലിറ്റി. മാലിയബിലിറ്റി അടിച്ചു പരത്തി ഷീറ്റുകളാക്കാമെന്നായിരുന്നു. ഡക്റ്റിലിറ്റി വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാം. ഈ സവിശേഷതയാണ് ഡക്റ്റിലിറ്റി. അപ്പോൾ ഈ നമ്മുടെ ടങ്സ്റ്റൺ എന്ന ലോഹത്തിൻ്റെ നേർത്ത കമ്പികൾ കൊണ്ടാണ്, ഇത് കണ്ടില്ലേ ഇങ്ങനെയുള്ള ഫിലമെൻ്റ്, ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ ഈ കമ്പി. അപ്പം ഈ നേർത്ത കമ്പികൾ കൊണ്ടാണ് വൈദ്യുത ബൾബിൻ്റെ ഫിലമെൻ്റ് നിർമ്മിച്ചിരിക്കുന്നത്. വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കാൻ കഴിയുമെന്ന ടങ്സ്റ്റണിൻ്റെ കഴിവാണ് ഫിലമെൻ്റായി ഇത് ഉപയോഗിക്കാൻ ഒരു കാരണം. അപ്പോൾ നന്നായിട്ട് നേർത്ത കമ്പിയാക്കി മാറ്റാൻ പറ്റും ടങ്സ്റ്റണിനെ. അതുകൊണ്ടാണ് ഫിലമെൻ്റ് ബൾബിലൊക്കെ അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗപ്പെടുത്തുന്ന സവിശേഷത ഡക്റ്റിലിറ്റിയാണ്. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാം. ഈ സവിശേഷതയാണ് ഡക്റ്റിലിറ്റി. ഇനി ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം പ്ലാറ്റിനമാണ്. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം പ്ലാറ്റിനമാണ്. ഡക്റ്റിലിറ്റി പ്രയോജനപ്പെടുത്തുന്ന മറ്റ് സന്ദർഭങ്ങൾ എന്തൊക്കെയാണ്? ജനാല കമ്പികൾ നിർമ്മിക്കാൻ, വാതിലുകളൊക്കെ നിർമ്മിക്കാൻ, പിന്നെന്താ ആണികൾ നിർമ്മിക്കാൻ, പണിയായുധങ്ങൾ നിർമ്മിക്കാൻ, സൂചികൾ നിർമ്മിക്കാൻ, ഇത്തരത്തിൽ വയറുകളൊക്കെ ഉണ്ടല്ലോ നമ്മളെ കമ്പികൾ, അങ്ങനെയുള്ള വയറുകളുടെ ഉള്ളിലൊക്കെയുള്ള ചെമ്പ് കമ്പികളൊക്കെ ഇത്തരത്തിൽ വലിച്ചു നീട്ടി നേർത്ത കമ്പിയാക്കിയതാണ്. അപ്പോൾ ഡക്റ്റിലിറ്റി ധാരാളം സന്ദർഭങ്ങളിൽ പ്രയോജനപ്പെടുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പ്രത്യേകത പഠിച്ചു, ഡക്റ്റിലിറ്റി, വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി മാറ്റാം. ഇനി മൂന്നാമത്തെ പ്രത്യേകതയാണ് കാഠിന്യം.
നമുക്കറിയാം ലോഹങ്ങൾക്കൊക്കെ നല്ല കാഠിന്യം ഉണ്ടായിരിക്കും അല്ലേ? നിങ്ങൾക്കറിയാവുന്ന ഏകദേശം ലോഹങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നല്ല ഉറപ്പുണ്ടാവും. പക്ഷേ ചില ലോഹങ്ങൾ കാഠിന്യം കുറഞ്ഞവയാണ്. ചില ലോഹങ്ങൾക്ക് കാഠിന്യം കുറഞ്ഞതാണ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവ മൃദുലോഹങ്ങളാണ്. അവയെ കത്തി ഉപയോഗിച്ച് നിഷ്പ്രയാസം നമുക്ക് മുറിക്കാൻ കഴിയും. സോഡിയമൊക്കെ നമ്മൾ ചെറിയ എന്തെങ്കിലും സാധനം വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുറിക്കാൻ കഴിയും. അപ്പോൾ അത്രയും കാഠിന്യം കുറഞ്ഞ ലോഹങ്ങളും ഉണ്ട്. പക്ഷെ പൊതുവായിട്ട് ലോഹങ്ങൾക്ക് അത്യാവശ്യം എന്തുണ്ടായിരിക്കും? കാഠിന്യം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇരുമ്പായാലും വെള്ളിയായാലും സ്വർണ്ണമായാലും അതിനൊക്കെ അത്യാവശ്യം ഉറപ്പുണ്ടായിരിക്കും. അപ്പോൾ അപൂർവം ചില ലോഹങ്ങളുണ്ട്. ഇപ്പോൾ ഈ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഇതൊക്കെ മൃദുവായ ലോഹങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 3 പ്രത്യേകതയാണ് പഠിച്ചത് ലോഹങ്ങളുടെ. ഏതൊക്കെയാണ്? മാലിയബിലിറ്റി, എന്താണ്? അടിച്ച് പരത്തി നേർത്ത ഷീറ്റുകളാക്കാം. ഡക്റ്റിലിറ്റി, വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കാം. 3-മത്തത് കാഠിന്യം. അപ്പോൾ ഈ ഒരു ഭാഗം നന്നായിട്ട് വായിച്ചു നോക്കുക, ടെക്സ്റ്റ് നോട്ട് എഴുതിയെടുക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം.